ഹായ്, ആറ്റിങ്ങൽ ഗവൺമെന്റ് ITI CHNM ട്രേഡിന്റെ ഈസി ടെക്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എന്റെ പേര് സാജൻ. ഞാൻ ആറ്റിങ്ങൽ ഗവൺമെന്റ് ITI CHNM ട്രേഡിലെ ഇൻസ്ട്രക്ടറാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നെറ്റ്വർക്ക് ടോപ്പോളജിയെ കുറിച്ചാണ്. എന്താണ് നെറ്റ്വർക്ക് ടോപ്പോളജി, ഏതെല്ലാം തരം ടോപ്പോളജീസ് അവൈലബിൾ ആണ്, ഇവയുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അതുപോലെ എന്തൊക്കെയാണ് ഇവയുടെ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, ഇതെല്ലാമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്നത്. നെറ്റ്വർക്ക് ടോപ്പോളജി എന്താണ് എന്ന് പറയുന്നതിന് മുമ്പ് നമുക്ക് എന്താണ് നെറ്റ്വർക്ക് എന്ന് നോക്കാം. എ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഈസ് 2 or more computers connected together so that they can communicate with each other എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടോ അതിൽ അധികമോ കമ്പ്യൂട്ടേഴ്സിനെ തമ്മിൽ കണക്ട് ചെയ്തേക്കുന്നു. എന്തിന്? അവ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. കമ്മ്യൂണിക്കേഷൻ മീൻസ് അവ തമ്മിൽ ഡേറ്റ, ഇൻഫർമേഷൻ ഇതൊക്കെ ഷെയർ ചെയ്യണം, അവയുടെ റീസോഴ്സസ് ഷെയർ ചെയ്യണം. ആ രീതിയിൽ രണ്ടോ അതിൽ കൂടുതലോ കമ്പ്യൂട്ടേഴ്സിനെ തമ്മിൽ കണക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഒരു നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഈ നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ വെറും 2 കമ്പ്യൂട്ടേഴ്സിനെ തമ്മിൽ കണക്ട് ചെയ്താലും ഒരു നെറ്റ്വർക്കാണ്. അതേപോലെ 100, 1000, ലക്ഷങ്ങളോ അല്ലെങ്കിൽ കോടിക്കണക്കിനോ കമ്പ്യൂട്ടേഴ്സിനെ തമ്മിൽ കണക്ട് ചെയ്യുന്നതും നെറ്റ്വർക്കാണ്. അപ്പോൾ ഈ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ വളരെ ചെറുത് തൊട്ട് വളരെ വലുത് വരെ ആവാം. അപ്പോൾ അത് പലതും പല രീതിയിലായിരിക്കും അതിലെ നെറ്റ്വർക്ക് കണക്ഷൻ വരുന്നത്. ഈ കണക്ഷൻസിന്റെ സ്കിമാറ്റിക് ഡയഗ്രത്തിനെയാണ് നമ്മൾ നെറ്റ്വർക്ക് ടോപ്പോളജി എന്ന് പറയുന്നത്. അതായത് നെറ്റ്വർക്ക് ടോപ്പോളജി ഈസ് എ സ്കിമാറ്റിക് ഡിസ്ക്രിപ്ഷൻ ഓഫ് എ നെറ്റ്വർക്ക് അറേഞ്ച്മെന്റ്. ഈ ടോപ്പോളജി നമുക്ക് 2 തരത്തിലുണ്ട്: ഫിസിക്കൽ ടോപ്പോളജിയും ലോജിക്കൽ ടോപ്പോളജിയും. ഫിസിക്കൽ ടോപ്പോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേ ഔട്ട് ഓഫ് ദ നെറ്റ്വർക്ക്. അതായത് ഈ നെറ്റ്വർക്കിൽ നമ്മുടെ കമ്പ്യൂട്ടേഴ്സ്, അവ തമ്മിൽ കണക്ട് ചെയ്തേക്കുന്ന കേബിൾസ്, കണക്ടേഴ്സ്, ഇതെല്ലാം ഏത് രീതിയിലാണ് കണക്ട് ചെയ്ത് വെച്ചേക്കുന്നത് എന്നുള്ളതിന്റെ ഒരു സ്കിമാറ്റിക് ഡയഗ്രമാണ് ഫിസിക്കൽ ടോപ്പോളജി. ഇനി ലോജിക്കൽ ടോപ്പോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നെറ്റ്വർക്കിലൂടെ എങ്ങനെയാണ് ഡേറ്റ ആക്ച്വലി ട്രാൻസ്ഫർ ചെയ്ത് ഒരു സിസ്റ്റത്തിൽ നിന്ന് വേറൊരു സിസ്റ്റത്തിലേക്ക് എത്തുന്നത്, അതിനെയാണ് നമ്മൾ ലോജിക്കൽ ടോപ്പോളജി എന്ന് പറയുന്നത്. അതായത് ഡേറ്റ ഫ്ലോയുടെ ഒരു സ്കിമാറ്റിക് ഡയഗ്രാം. നമുക്ക് ഇങ്ങനെ നോക്കാം. ഇപ്പൊ ഒരു വലിയൊരു സിറ്റി, ആ സിറ്റിക്കകത്ത് ഒരുപാട് റോഡുകൾ, ഒരുപാട് സ്ഥാപനങ്ങളൊക്കെ കാണും. ആ ഓരോ സ്ഥാപനങ്ങളിലേക്കും പോകാനായിട്ട് പല വഴികളും എല്ലാം ഉണ്ടാവും, അല്ലെ? അപ്പൊ നിങ്ങൾ ഒരു ഗൂഗിൾ മാപ്പ് എടുത്തു വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഈ സ്ഥാപനങ്ങളെല്ലാം കാണാൻ പറ്റും. അതുപോലെ അതിലേക്ക് എത്താനുള്ള പല പല റോഡുകളും മറ്റു വഴികളും എല്ലാം കാണാനും പറ്റും. അപ്പൊ അതിനെ നമുക്ക് ഫിസിക്കൽ ടോപ്പോളജി ആയിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ എല്ലാ സിസ്റ്റവും അതിലേക്കുള്ള കേബിൾസും എല്ലാം ഫിസിക്കൽ ടോപ്പോളജി. ഇനി നിങ്ങൾ ബസ്സിൽ ഒരു സ്ഥാപനത്തിൽ നിന്ന് വേറൊരു സ്ഥാപനത്തിലേക്ക് പോവുകയാണ് ഈ സിറ്റിയിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു സ്ഥാപനത്തിലേക്ക് പോവുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ വഴികളെല്ലാം ഉപയോഗിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ബസ്സിലാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ആ ബസ് പോകുന്നതിന് ചില റൂട്ട് കാണും, അല്ലെ? അപ്പൊ ആ റൂട്ട് വഴി നിങ്ങൾക്ക് പോകാൻ പറ്റും. അല്ലെങ്കിൽ ഓട്ടോ പിടിച്ച് പോകുന്നുണ്ടെങ്കിൽ അതിന് ചില വഴികൾ കാണും. അപ്പൊ നിങ്ങൾ ആക്ച്വലി പല വഴികളുണ്ട് എങ്കിലും നിങ്ങൾ ഡേറ്റ ഫ്ലോ ചെയ്യുന്ന ഒരു പാത്ത് ഉണ്ടാവും. അപ്പൊ ഇതിനെയായിരിക്കും നമ്മൾ ലോജിക്കൽ ടോപ്പോളജി എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എത്ര ടൈപ്സ് ടോപ്പോളജി അവൈലബിൾ ആണ്. നമ്മൾ ഇവിടെ നോക്കുന്നത് ഫിസിക്കൽ ടോപ്പോളജിയാണ്. ഫിസിക്കൽ ടോപ്പോളജി ആക്ച്വലി 6 ടൈപ്പ് ഉണ്ട്: ബസ് ടോപ്പോളജി, റിംഗ് ടോപ്പോളജി, സ്റ്റാർ ടോപ്പോളജി, മെഷ് ടോപ്പോളജി, ട്രീ ടോപ്പോളജി ആൻഡ് ഹൈബ്രിഡ് ടോപ്പോളജി. ഇങ്ങനെ 6 തരം ടോപ്പോളജീസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അതിന്റെ എല്ലാം ഒരു ചെറിയ ഫിഗറും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഫിഗറും ഈ പേരുകളും കാണാതെ പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ആദ്യം എന്താണ് ബസ് ടോപ്പോളജി എന്ന് നോക്കാം. ഒരു ബസ് ടോപ്പോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ഒരു മെയിൻ കേബിളിലേക്ക് അവിടെയുള്ള എല്ലാ കമ്പ്യൂട്ടേഴ്സും എല്ലാ നോഡ്സും കണക്ട് ചെയ്യുന്നതിനെയാണ് ബസ് ടോപ്പോളജി എന്ന് പറയുന്നത്. അപ്പോൾ ബസ് ടോപ്പോളജിയിൽ മെയിൻ ആയിട്ട് ഒരു കേബിൾ കാണും. അതിനെ നമ്മൾ അതിന്റെ ബാക്ക് ബോൺ എന്ന് പറയും. അതുകൊണ്ടാണ് ഇതിനെ ബസ് ടോപ്പോളജി എന്ന് പറയുന്നത്. ഒരു കോമൺ ബസ്സിലേക്ക് എല്ലാ ഡിവൈസുകളും കണക്ട് ചെയ്തേക്കുന്നു. ദ നോഡ്സ് ആർ കണക്റ്റഡ് ടു ദ ചാനൽ വയ ഡ്രോപ്പ് ലൈൻസ്. അപ്പോൾ ഈ കാണുന്ന കേബിൾ ആണ് നമ്മുടെ മെയിൻ ബാക്ക് ബോൺ. അതേപോലെ ഇവിടെ ഓരോ കമ്പ്യൂട്ടേഴ്സിലും കണക്ഷൻ എടുത്തിരിക്കുന്നുണ്ടല്ലോ, ഇതിനെയാണ് നമ്മൾ ഡ്രോപ്പ് ലൈൻസ് എന്ന് പറയുന്നത്. നിങ്ങൾ വാട്ടർ സപ്ലൈ കണക്ഷൻ വീട്ടിലേക്ക് എടുത്തിരിക്കുന്നത് ഒന്ന് മനസ്സിൽ കൊണ്ടുവരിക. അതായത് റോഡിലൂടെ ഒരു മെയിൻ പൈപ്പ് പോകുന്നു, അതിൽ നിന്ന് ഓരോ വീടുകളിലേക്കും ചെറിയ പൈപ്പ് വഴി വാട്ടർ സപ്ലൈ കണക്ഷൻ കൊടുത്തേക്കുന്നു, അല്ലെ? അപ്പോൾ ഇതാണ് മെയിൻ പൈപ്പ് എന്നുണ്ടെങ്കിൽ ഇവിടെ ബ്രേക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഒരു പൈപ്പ് ഇട്ട് ഓരോ വീട്ടിലേക്കും കണക്ഷൻ കൊടുത്തേക്കുന്നു. അപ്പോൾ അതേപോലെ ഈ പൈപ്പിന്റെ 2 അഗ്രങ്ങളിലും കണ്ടോ, ഈ പൈപ്പ് നമുക്ക് തുറന്നു വിട്ടേക്കാൻ പറ്റില്ല, അവിടെ എന്തെങ്കിലും വെച്ച് അടച്ചേ പറ്റൂ. അപ്പൊ അതുപോലെ തന്നെ ഇവിടെ ഈ ടോപ്പോളജിയിൽ ഒരു കോമൺ ബസ്സിലേക്ക് എല്ലാ ഡിവൈസും കണക്ട് ചെയ്യുന്നു. അപ്പൊ കണക്ട് ചെയ്തേക്കുന്ന ഇത് എന്ന് പറയുന്നത് ഒരു T കണക്ടർ ആണ്. ഒരു T കണക്ടർ ഉപയോഗിച്ചിട്ടാണ് ഈ സിസ്റ്റംസ് എല്ലാം
ഇവിടെ ഈ മെയിൻ കേബിളിനെ ബ്രേക്ക് ചെയ്ത് സിസ്റ്റംസ് കണക്ട് ചെയ്തേക്കുന്നത് ഒരു ടി കണക്ടർ ഉപയോഗിച്ചിട്ടാണ്. അതേപോലെ ഇതിന്റെ രണ്ടറ്റത്ത് നമ്മൾ ഒരു ഡിവൈസ് ഉപയോഗിക്കും, അതിന് നമ്മൾ ടെർമിനേറ്റർ എന്ന് പറയും. അപ്പൊ ഈ ടെർമിനേറ്റർ ഇവിടെ ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതിൽ കൂടെ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുമ്പോഴത്തേക്ക് അത് ബൗൺസ് ബാക്ക് ചെയ്യും. അതുപോലെ നമ്മുടെ ബസ് ടോപ്പോളജി ഒരു ഡയറക്ഷനിൽ മാത്രമേ ഡേറ്റ കമ്മ്യൂണിക്കേഷൻ നടക്കത്തുള്ളൂ. ഇനി നമുക്ക് ഇതിന്റെ പ്രോസ് ആൻഡ് കോൺസ് എന്താണെന്ന് നോക്കാം. അതായത് ഇതിന്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ്. ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെയിൻ കേബിളിലേക്കാണ് എല്ലാ സിസ്റ്റവും കണക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേബിൾ കുറച്ചു മതിയെങ്കിൽ പൈസയും കുറച്ചു മതി. ഇനി ഇത് ഏറ്റവും നല്ലപോലെ വർക്ക് ചെയ്യുന്നത് സ്മാൾ നെറ്റ്വർക്കിലാണ്. അതുപോലെ ഇത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ, മനസ്സിലാക്കാനും എളുപ്പമാണ് ഈ ബസ് ടോപ്പോളജി കണ്ടു കഴിഞ്ഞാൽ. അതേപോലെ ഇത് എക്സ്പാൻഡ് ചെയ്യാൻ, അതായത് ഇതിലൊരു പുതിയ സിസ്റ്റം കൂടെ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ടെർമിനേറ്റർ അവിടെ നിന്ന് ഊരി മാറ്റിയിട്ട് അവിടെ ഒരു ടി കണക്ടർ ഇട്ട് അടുത്തൊരു സിസ്റ്റം അതിലേക്ക് കണക്ട് ചെയ്യും, അതിന്റെ അപ്പുറത്ത് വീണ്ടും ടി കണക്ടർ ഇടും. ഈ രീതിയിൽ ഇതിനെ എക്സ്പാൻഡ് ചെയ്യാനും എളുപ്പമാണ്. ഇനി ഇതിന്റെ ഡിസ്അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിൽ ഒരു സിംഗിൾ കേബിൾ ആണ് ഫുൾ ഡേറ്റ ഫ്ലോയും നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കേബിളിന് എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ, അത് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ ഫുൾ നെറ്റ്വർക്കും ഡൗൺ ആവും. അതുപോലെ ഇതിൽ ഒരു ലിമിറ്റിനപ്പുറം നോട്ട്സുകൾ ഇതിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സിസ്റ്റം ആയി കഴിഞ്ഞാൽ ഒരു കേബിളിലൂടെയാണ് ഫുൾ ഡേറ്റയും ഫ്ലോ ചെയ്യുന്നത്. ഇപ്പൊ ഒരു ചെറിയ റോഡ്, അതിലേക്കൂടെ ഒരുപാട് വാഹനങ്ങൾ വരാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവിടെ ഫുള്ള് ബ്ലോക്ക് ആവും അല്ലേ. അതുപോലെ തന്നെ ബസ് ടോപ്പോളജിയിലും ഒരു പരിധിയിൽ കൂടുതൽ നോട്ട്സ് വന്നു കഴിഞ്ഞാൽ അവിടെ ഹൈ നെറ്റ്വർക്ക് ട്രാഫിക് വരും. അതേപോലെ അവിടെ പെർഫോമൻസും കുറയും. ഇതാണ് ബസ് ടോപ്പോളജിയുടെ ഡിസ്അഡ്വാൻറ്റേജസ്. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് റിംഗ് ടോപ്പോളജിയാണ്. റിംഗ് ടോപ്പോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ഓരോ കമ്പ്യൂട്ടേഴ്സും തമ്മിൽ കണക്ട് ചെയ്തേക്കുന്നു. ആദ്യത്തെ കമ്പ്യൂട്ടറിന് രണ്ടാമത്തെ കമ്പ്യൂട്ടറിലേക്ക് കണക്ഷൻ, അതിൽ നിന്ന് മൂന്നാമത്തെ കമ്പ്യൂട്ടറിൽ, ഏറ്റവും അവസാനത്തെ കമ്പ്യൂട്ടറിൽ നിന്ന് തിരിച്ച് ഒന്നാമത്തിൽ, അങ്ങനെ ഫുൾ ഒരു റിംഗ് ആയിട്ട് ഫോം ചെയ്യുന്നതുകൊണ്ടാണ് ഇതിനെ റിംഗ് ടോപ്പോളജി എന്ന് പറയുന്നത്. അപ്പൊ ഇതില് ഓരോ കമ്പ്യൂട്ടേഴ്സിനും എക്സാക്ട്ലി 2 കമ്പ്യൂട്ടറുമായിട്ട് കണക്ഷൻ ഉണ്ടാവും. ഇനി റിംഗ് ടോപ്പോളജിയുടെ ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. റിംഗ് ടോപ്പോളജിയുടെ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതില് ഈച്ച് പാക്കറ്റ് ഈസ് സെൻഡ് അറൌണ്ട് ദ റിംഗ് അണ്ടിൽ ഇറ്റ് റീച്ചസ് ഇറ്റ്സ് ഫൈനൽ ഡെസ്റ്റിനേഷൻ. ഡേറ്റ പാക്കറ്റുകളായിട്ടാണ് നെറ്റ്വർക്ക് വഴി പോകുന്നത്. അപ്പൊ ഒരു 100 സിസ്റ്റം ഉള്ള ഒരു നെറ്റ്വർക്ക് ഒന്ന് സങ്കല്പിച്ച് നോക്കാം. അതിൽ ഒന്നാമത്തെ സിസ്റ്റം 50ാമത്തെ സിസ്റ്റത്തിലേക്ക് ഒരു ഡേറ്റ സെൻഡ് ചെയ്യുന്നു. അപ്പൊ ഡേറ്റ പാക്കറ്റുകളായിട്ട് പോകുമ്പോഴത്തേക്ക് ഈ രണ്ടാമത്തെ സിസ്റ്റം മുതൽ 49ാമത്തെ സിസ്റ്റം വരെയും കയറി ഇറങ്ങി വേണം ഈ ഡേറ്റ പാക്കറ്റിന് പോകാൻ, അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോ പാക്കറ്റും എല്ലാ സിസ്റ്റത്തിനും ഹാൻഡിൽ ചെയ്യേണ്ടി വരും. ഇനി വേറൊരു കാര്യം ആലോചിക്കുക. ഒന്നാമത്തെ സിസ്റ്റം 50ാമത്തെ സിസ്റ്റത്തിലേക്ക് ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ഇനി 15ാമത്തെ സിസ്റ്റം അതേ സമയത്ത് തന്നെ 60ാമത്തെ സിസ്റ്റത്തിലേക്ക് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നു. അടുത്ത വേറൊരു സിസ്റ്റം വേറൊന്നിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇവിടെ ഡേറ്റയുടെ ഒരു കൊളിഷൻ ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കൊളിഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ടോക്കൺ എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് ഈ ടോക്കൺ ഈ നെറ്റ്വർക്കിലൂടെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇതിൽ ഏത് സിസ്റ്റത്തിനാണോ ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടത് ആ സിസ്റ്റം ഈ ടോക്കൺ ഹോൾഡ് ചെയ്തതിനു ശേഷമായിരിക്കും ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇപ്പൊ ടോക്കൺ എങ്ങനെയാണ് പാസ് ചെയ്യുന്നതെന്ന് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഒരു 100 ആൾക്കാർ വട്ടത്തിനിരിക്കുകയാണ്. ഒരു ഫുൾ സർക്കിളായിട്ട് ഒരു 100 ആൾക്കാർ ഇരിക്കുകയാണ്. 100 പേരുടെ കയ്യിലും കുറച്ച് സാധനങ്ങളുണ്ട്. അതായത് ചെറിയ മഞ്ചാടിക്കുരു പോലെ എന്തെങ്കിലും ഒരു സാധനം. ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് പകരം നമ്മൾ ഓരോരുത്തരുടെ കയ്യിലുള്ള മഞ്ചാടിക്കുരു ട്രാൻസ്ഫർ ചെയ്യുന്ന സങ്കല്പിക്കാം. അപ്പൊ ഇത് ഓരോരുത്തരുടെയും കയ്യിൽ കൈമാറി വേണം. ഇപ്പൊ ഒന്നാമത്തെ ആള് 30ാമത്തെ ആളിന് ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ആളിന്റെ കൊടുത്ത് അതയാൾ മൂന്നാമത്തെ ആളിന്റെ കൊടുത്ത് അങ്ങനെയായിരിക്കും ട്രാൻസ്ഫർ ചെയ്ത് പോകേണ്ടത്. അത് ഇങ്ങനെ മൊത്തത്തിൽ ട്രാൻസ്ഫർ ചെയ്യുമ്പോഴത്തേക്ക് അവിടെ ഒരു പ്രശ്നം വരാതിരിക്കാൻ ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു പാത്രം തന്നേക്കാണ്, ഒരു ഒഴിഞ്ഞ പാത്രം. ഇപ്പൊ ഈ ഒഴിഞ്ഞ പാത്രം ഒന്നാമത്തെ ആളിന്റെ കിട്ടുമ്പോഴത്തേക്ക് അയാൾക്ക് ട്രാൻസ്ഫർ ചെയ്യണം എന്നുണ്ടെങ്കിൽ അയാളുടെ കയ്യിലിരിക്കുന്ന ഈ മഞ്ചാടിക്കുരു ആ പാത്രത്തിൽ ഇട്ടിട്ട് അത് രണ്ടാമത്തെ ആളിന് കൊടുക്കാം. രണ്ടാമത്തെ ആൾ അത് മൂന്നാമത്തെ ആളിന് കൊടുക്കും. അങ്ങനെ ട്രാവൽ ചെയ്ത് അത് 30ാമത്തെ ആളിന്റെ കയ്യിൽ എത്തുമ്പോഴത്തേക്ക് അയാൾ ആ സാധനം എടുക്കാം. അപ്പൊ ഈ പാത്രം അതുവരെ വന്നു 1 തൊട്ട് 30 വരെ വന്നപ്പോ അത് ഫില്ലായിരുന്നു. അപ്പൊ വേറൊരാൾക്കും അതിലേക്ക് പുതുതായിട്ട് മഞ്ചാടിക്കുരു ഇടാൻ പറ്റില്ല, അല്ലെ. അപ്പോ ആ 30ാമത്തെ ആളിന്റെ കയ്യിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ആ പാത്രം എംപ്റ്റി ആയി. അപ്പൊ അത് വീണ്ടും 31ാമത്തെ ആളിലേക്ക് കൈമാറും, പിന്നെ 32. അപ്പൊ ഈ എംപ്റ്റി ആയിട്ട് ഇത് വരുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ആളിന് മഞ്ചാടിക്കുരു കൈമാറാനുണ്ടെന്നുണ്ടെങ്കിൽ അയാൾക്ക് അത് ആ പാത്രത്തിലിടാം, എന്നിട്ട് അത് അയക്കാം.
അപ്പൊ ഇതിനെയാണ് നമ്മൾ ടോക്കൺ എന്ന് പറയുന്നത്. ഈ ടോക്കൺ എപ്പോഴാണ് എം ടി ആയിട്ട് ഒരാളുടെ കയ്യിൽ കിട്ടുന്നത്, അല്ലെങ്കിൽ നമ്മൾ കമ്പ്യൂട്ടറിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഒരു ടോക്കൺ ഈ നെറ്റ്വർക്കിൽ ഫുള്ള് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു സിസ്റ്റത്തിന് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ അത് അവിടെ വെയിറ്റ് ചെയ്യും. ഈ ടോക്കൺ അതിന്റെ കയ്യിൽ കിട്ടുമ്പോഴത്തേക്ക് അതിനകത്ത് ഡേറ്റ ഉണ്ടോ എന്ന് നോക്കും. ഉണ്ടെങ്കിൽ അത് അടുത്ത ആളിന് വെറുതെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. അതല്ല ഡേറ്റ ഇല്ല എന്നുണ്ടെങ്കിൽ ഇയാൾക്ക് അയക്കാനുള്ള ഡേറ്റ അതിൽ ഇട്ടതിന് ശേഷം ഇത് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് ടോക്കൺ ഉപയോഗിച്ച് നമ്മൾ റിംഗ് ടോപ്പോളജിയിൽ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ ടോക്കൺ റിംഗ് എന്ന് പറയും. റിംഗ് ടോപ്പോളജിയും സിംഗിൾ ഡയറക്ഷൻ ട്രാൻസ്മിഷൻ ആണ്. ഇനി ഡബിൾ ഡയറക്ഷനിൽ ഡേറ്റ ഫ്ലോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ അഡീഷണൽ ഒരു കണക്ഷനും കൂടെ എല്ലാ സിസ്റ്റത്തിൽ നിന്നും തങ്ങളിൽ കൊടുക്കും. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്യുന്നതിന് നമ്മൾ ഡ്യുവൽ റിംഗ് ടോപ്പോളജി എന്ന് പറയുന്നു. അപ്പോൾ ഡ്യുവൽ റിംഗ് ടോപ്പോളജിയിൽ 2 ഡയറക്ഷനിലും കമ്മ്യൂണിക്കേഷൻ നടക്കും. എങ്കിലും ആലോചിച്ചോളണം, ഒരു റിംഗ് വഴി ഒരു ഡയറക്ഷനിലും മറ്റേ റിംഗ് വഴി മറ്റേ ഡയറക്ഷനിൽ, ആ രീതിയിലായിരിക്കും അവിടെ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഒരു റിംഗ് ബ്രേക്ക് ആയി കഴിഞ്ഞാലും ഒരു ബാക്കപ്പ് റിംഗ് എപ്പോഴും അവിടെ ഉണ്ടാവും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് ഇതിന്റെ പ്രോസ് ആൻഡ് കോൺസ്. അപ്പൊ ആദ്യം നമുക്ക് ഇതിന്റെ അഡ്വാൻറ്റേജസ് നോക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ ടോക്കൺ ഉപയോഗിച്ചിട്ടാണ് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതില് പോസിബിലിറ്റി ഓഫ് കൊളിഷൻ എന്ന് പറയുന്നത് വളരെ കുറവാണ്. കാരണം എം ടി ആയിരിക്കുന്നെങ്കിൽ മാത്രം, ടോക്കൺ എം ടി ആണെങ്കിൽ മാത്രമേ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ ഒരു സിസ്റ്റം ശ്രമിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ വേറൊരു സിസ്റ്റത്തിന്റെ ഡേറ്റ ആയിട്ട് അത് കൊളിഷൻ ഉണ്ടാവുമെന്ന് ഉള്ള പേടി വേണ്ട. അതേപോലെ ഇതില് ഡേറ്റ പാക്കറ്റ് ബസ് ടോപ്പോളജിയിൽ ട്രാവൽ ചെയ്യുന്നതിനെക്കാട്ടി ഫാസ്റ്റ് ആയിട്ടാണ് ഡേറ്റ പാക്കറ്റ്സ് ഈ ടോപ്പോളജി വഴി പോകുന്നത്. ദെൻ ഇതില് ബസ് ടോപ്പോളജി പോലെ ടെർമിനേറ്റേഴ്സിന്റെ ആവശ്യമില്ല. കാരണം കേബിളിന്റെ ഒരു എൻഡ് പോലും ഫ്രീ ആയിട്ട് കിടപ്പില്ല. എല്ലാ സിസ്റ്റവും എക്സാക്ട്ലി 2 സിസ്റ്റമായിട്ട് കണക്റ്റഡ് ആണ്. അതുപോലെ തന്നെ ഇതില് ഹൈ ട്രാഫിക് ഉണ്ടാവുകയോ നമ്പർ ഓഫ് നോഡ്സ് കൂടുകയോ ചെയ്താലും നെറ്റ്വർക്കിനെ അത് അഫക്ട് ചെയ്യില്ല. കാരണം എം ടി ടോക്കൺ കിട്ടുന്ന സിസ്റ്റം മാത്രമേ ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുള്ളൂ. അതുപോലെ ഇത് എക്സ്പാൻഡ് ചെയ്യാനും ഇൻസ്റ്റാൾ ചെയ്യാനും വളരെ കുറച്ച് ചിലവേ ഉള്ളൂ. ദെൻ ബസ് ടോപ്പോളജിയെ കാട്ടി ഹൈ പെർഫോമൻസ് ഇതിന് ഉണ്ട്. ഇനി ഇതിന്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ബസ് ടോപ്പോളജിയിൽ ഒരു ബസ് മതിയായിരുന്നു, അല്ലെങ്കിൽ ഒരു മെയിൻ കേബിൾ മതിയായിരുന്നു. പക്ഷെ ഇതില് ബസ് ടോപ്പോളജിയേക്കാൾ കൂടുതൽ കേബിളിന്റെ ആവശ്യമുണ്ട്. അടുത്തൊരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതില് ഒരു കേബിൾ 2 സിസ്റ്റം തമ്മിൽ കണക്ട് ചെയ്തേക്കുന്ന ഒരു കേബിള് ബ്രേക്ക് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ റിംഗ് ഫുള്ള് ബ്രേക്ക് ആയി, അല്ലെ? ഇനി ഇതില് ട്രബിൾ ഷൂട്ടിംഗ് എന്ന് പറയുന്നത് ബസ് ടോപ്പോളജിയെ കാട്ടി കുറച്ചുകൂടെ ഡിഫിക്കൽട്ട് ആണ്. ഇനി ഇതില് ഒരു സിസ്റ്റം എക്സ്ട്രാ ഇതിൽ കൊണ്ടുവന്ന് ആഡ് ചെയ്യാൻ, ഇപ്പൊ 50 സിസ്റ്റം ഉള്ള ഒരു നെറ്റ്വർക്ക്, റിംഗ് ടോപ്പോളജിയിലുള്ള ഒരു നെറ്റ്വർക്കിലേക്ക് 51ാമതൊരു സിസ്റ്റം കൂടെ കൊണ്ട് കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 50ന്ന് 1ലേക്ക് പോയേക്കുന്ന കേബിള് ഇളക്കി അത് 51ലേക്ക് കൊടുക്കേണ്ടി വരും. എന്നിട്ട് 51ന്ന് 1ലേക്ക് പുതിയൊരു കേബിൾ കൊടുക്കേണ്ടി വരും. ആ രീതിയിൽ റിംഗ് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫുൾ നെറ്റ്വർക്ക് അവിടെ അത്രയും നേരം ഡൗൺ ആയിരിക്കും, അല്ലെ? ഇനി റിംഗില് ഓരോ കമ്പ്യൂട്ടറിലും ഡേറ്റ കൈമാറിയാണ് പോകുന്നത്. അപ്പൊ ഇടയ്ക്കൊരു കമ്പ്യൂട്ടർ ഡൗൺ ആണെന്നുണ്ടെങ്കിൽ ആ നെറ്റ്വർക്കും ഡൗൺ ആയിരിക്കും. അതേപോലെ ഇങ്ങനെ കൈമാറി തന്നെ പോകുന്നതുകൊണ്ട് ഒരുപാട് നോഡ്സ് ഉണ്ടെങ്കിൽ ഡേറ്റ അവിടെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഒരുപാട് സമയം വേണ്ടി വരും. ദെൻ മോർ ഡിഫിക്കൽട്ട് ടു കോൺഫിഗർ ദാൻ സ്റ്റാർ നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്ന ടോപ്പോളജിയാണ്. അതിനേക്കാൾ ഇത് ഡിഫിക്കൽട്ട് ആണ് കോൺഫിഗർ ചെയ്യാൻ. അപ്പൊ ഇനി നമുക്ക് അടുത്തത് സ്റ്റാർ ടോപ്പോളജി എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ സ്റ്റാർ ടോപ്പോളജിയിൽ നിങ്ങൾ ഈ ഫിഗറിൽ കണ്ടു കഴിഞ്ഞാൽ ഒരു സെൻട്രൽ ഡിവൈസ്, ആ ഡിവൈസിലേക്ക് ബാക്കി എല്ലാ കമ്പ്യൂട്ടേഴ്സും കണക്ട് ചെയ്തേക്കുന്നു. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ സ്റ്റാർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെൻട്രൽ ഇരിക്കുന്ന ഡിവൈസ് എന്ന് പറയുന്ന ഒരു ഹബ്ബ്, ഒരു സ്വിച്ചോ ഒരു റൗട്ടറോ അങ്ങനെ എന്തെങ്കിലും ഒരു ഡിവൈസ് ആയിരിക്കും. ഇതിലേക്ക് മറ്റ് ഡിവൈസുകളെല്ലാം കേബിൾ വഴി കണക്ട് ചെയ്തേക്കുന്നു. അതായത് ഓരോ സിസ്റ്റത്തിനും ഡെഡിക്കേറ്റഡ് കണക്ഷൻ ഉണ്ട് ഹബിലേക്ക്. അതുപോലെ ഈ ഹബ്ബ് എന്ന് പറയുന്നത് ഒരു റിപ്പീറ്റർ ആയിട്ട് വർക്ക് ചെയ്യും. നമ്മൾ റിപ്പീറ്റർ എന്താണ്, ഹബ്ബ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അടുത്ത ഒരു വീഡിയോയിൽ പഠിക്കും. ഇനി ഈ ടോപ്പോളജി നമുക്ക് ഈ കേബിൾ ട്വിസ്റ്റഡ് പെയർ ഉപയോഗിക്കാം, കൊയാഷ്യൽ കേബിൾ ഉപയോഗിക്കാം, ഒപ്റ്റിക്കൽ ഫൈബർ ഉപയോഗിക്കാം. അതല്ല നമുക്ക് വൈഫൈ വഴിയും, ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ ഒരു ഹോട്ട്സ്പോട്ട് ആക്കിയിട്ട് അതിൽ വേറൊരു 5 മൊബൈലുകളിലേക്ക് നെറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതും ഇതേ ടോപ്പോളജി ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. കാരണം നിങ്ങളുടെ മൊബൈല് ഒരു സെൻട്രൽ ഡിവൈസ് ആയിട്ട് ആക്ട് ചെയ്യും, ബാക്കിയെല്ലാം വയർലെസ്ലി ഇതിലേക്ക് കണക്ട് ചെയ്തേക്കും. അപ്പൊ ഇതാണ് സ്റ്റാർ ടോപ്പോളജി എന്ന് പറയുന്നത്. ഇനി നമുക്ക് സ്റ്റാർ ടോപ്പോളജിയുടെ പ്രോസ് ആൻഡ് കോൺസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് സെറ്റപ്പ് ചെയ്യാനും മോഡിഫൈ ചെയ്യാനും എളുപ്പമാണ്. കാരണം ഒരു സിസ്റ്റം കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊരു കേബിൾ കൊണ്ടുവന്ന് ഈ നടുക്കിരിക്കുന്ന ഹബിലോട്ട് അല്ലെങ്കിൽ സ്വിച്ചിലോട്ട് കൊടുത്താൽ മതി. ഇനി ഒരു കേബിള്
കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ ഒരു കേബിളിന് എന്തെങ്കിലും ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ ആ സിസ്റ്റത്തിലേക്കുള്ള കണക്ഷൻ മാത്രമേ അവിടെ ബ്രേക്ക് ആവുന്നുള്ളൂ. വേറെ ഒരു സിസ്റ്റത്തിന്റെ നെറ്റ്വർക്കിനെ അത് അഫക്റ്റ് ചെയ്യത്തില്ല. അതേപോലെ ഹബ്ബ് സെൻട്രലി ഇരുന്ന് ഫുൾ സെൻട്രലൈസ്ഡ് മാനേജ്മെന്റ് അവിടെ നടത്തിക്കോളും. അതായത് നേരത്തെ കേസിൽ ഓരോ സിസ്റ്റവും കയറി ഇറങ്ങി പോകേണ്ടി വരും, അല്ലെങ്കിൽ ഒരു കേബിളിൽ കൂടെ എല്ലാം കയറി പോകേണ്ടി വരും. ഇപ്പൊ അങ്ങനെയല്ല, ഓരോ സിസ്റ്റത്തിനും സെൻട്രൽ ഹബിലോട്ട് അല്ലെങ്കിൽ സ്വിച്ചിലോട്ട് ഡേറ്റ വരും. അത് എങ്ങോട്ടാണെന്ന് വെച്ചാൽ അയക്കും. ഇനി ഈസി ടു ട്രബിൾ ഷൂട്ട്, ഇത് ഓരോ സിസ്റ്റത്തിലേക്കും ഓരോ കേബിൾ ആയതുകൊണ്ട് തന്നെ ട്രബിൾ ഷൂട്ട് ചെയ്യാൻ എളുപ്പമാണ്. അതേപോലെ നമുക്ക് നടുക്കിരിക്കുന്ന ഹബ്ബ് ഹൈ സ്പീഡ് വെച്ച് കഴിഞ്ഞാൽ ഡേറ്റ ട്രാൻസിഷൻ സ്പീഡ് പിന്നും കൂടും. അതേപോലെ ഇത് കുറച്ച് നോട്ട്സ് ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും. ഇനി ഇതിന്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിന്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാർ നെറ്റ്വർക്കിൽ ഒരുപാട് കേബിൾ വേണ്ടി വരും. അതേപോലെ ഇതില് നമ്മൾ ഒരു കേബിൾ കംപ്ലൈന്റ് ആവുകയോ ഒരു സിസ്റ്റം കംപ്ലൈന്റ് ആവുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു പോർഷൻ മാത്രമേ കംപ്ലൈന്റ് ആവുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ ഈ സെൻട്രലി ഇരിക്കുന്ന ഹബിന് എന്തെങ്കിലും പ്രശ്നം പറ്റി കഴിഞ്ഞാൽ ഫുൾ നെറ്റ്വർക്കും ഡൗൺ ആവും, അല്ലെ? അതേപോലെ ഇതിലെ ഇൻസ്റ്റലേഷൻ കോസ്റ്റും ഇതിന്റെ സാധനങ്ങളുടെ കോസ്റ്റും എല്ലാം ഹൈ ആണ്. ഇനി നടുക്കിരിക്കുന്ന ഹബിന്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ചായിരിക്കും ഇതില് കപ്പാസിറ്റി വരുന്നത്. അതായത് നമ്മള് 8 പോർട്ടുള്ള ഹബ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ 8 സിസ്റ്റം ഇതിൽ കണക്ട് ചെയ്യാം. 16 പോർട്ടുള്ള ഹബ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ 16 സിസ്റ്റം. ആ രീതിയിൽ സെൻട്രൽ ഡിവൈസിന്റെ കപ്പാസിറ്റിയും പെർഫോമൻസും അനുസരിച്ചായിട്ടായിരിക്കും ഇതിന്റെ പെർഫോമൻസ് അല്ലെങ്കിൽ കപ്പാസിറ്റി വരുന്നത്. ഇനി നമ്മൾ അടുത്ത നോക്കാൻ പോകുന്നത് മെഷ് ടോപ്പോളജിയാണ്. അപ്പൊ മെഷ് ടോപ്പോളജിയിൽ നിങ്ങൾ ഈ ഫിഗർ കണ്ടാൽ തന്നെ മനസ്സിലാവും, ഓരോ സിസ്റ്റത്തിൽ നിന്നും അടുത്ത ഓരോ സിസ്റ്റത്തിലേക്കും ഡെഡിക്കേറ്റഡ് കേബിൾ വെച്ച് കണക്ട് ചെയ്തിരുന്നു. അതായത് ഇവിടെ നമുക്ക് 6 കമ്പ്യൂട്ടേഴ്സ് ആണ് ഉള്ളത്. 6 കമ്പ്യൂട്ടേഴ്സ് ഇപ്പൊ ഈ ഒരു സിസ്റ്റത്തിൽ നിന്ന് ബാക്കി 5 കമ്പ്യൂട്ടേഴ്സിലേക്കും കണക്ഷൻ പോയിട്ടുണ്ട്. അതേപോലെ ഓരോ സിസ്റ്റത്തിൽ നിന്നും ബാക്കി എല്ലാത്തിലേക്കും കണക്ഷൻ ഇങ്ങനെ കൊടുക്കുന്നതിനാണ് നമ്മൾ മെഷ് ടോപ്പോളജി എന്ന് പറയുന്നത്. ഈ മെഷ് ടോപ്പോളജി നമുക്ക് 2 തരം ഉണ്ട്, പാർഷ്യൽ മെഷ് ടോപ്പോളജിയും ഫുൾ മെഷ് ടോപ്പോളജി. ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ട ഫിഗറിൽ ഒരു കമ്പ്യൂട്ടറിന് അല്ലെങ്കിൽ എല്ലാ കമ്പ്യൂട്ടറിനും ബാക്കി എല്ലാ കമ്പ്യൂട്ടേഴ്സിലേക്കും കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അത് ഫുൾ മെഷ് ടോപ്പോളജി. ഇനി ഏതെങ്കിലുമൊക്കെ കണക്ഷൻ അവിടെ കുറവാണെന്നുണ്ടെങ്കിൽ അത് പാർഷ്യൽ മെഷ് ടോപ്പോളജി. അത്രയേ ഉള്ളൂ, സിമ്പിൾ ആണ്. ഇനി ഇതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതില് എല്ലാ ഡിവൈസിൽ നിന്നും ബാക്കി എല്ലാ ഡിവൈസിലേക്കും കണക്ഷൻ ഉണ്ട്. n എന്ന് പറയുന്ന നമ്പർ ഓഫ് നോട്ട്സ് ആണെങ്കിൽ n×n-1/2 അത്രയും കണക്ഷൻസിന്റെ ആവശ്യം ഈ നെറ്റ്വർക്കിൽ വരും. ഇനി ഇത് നമ്മളെ ലാൻ സൈഡ് ലോക്കൽ ഏരിയ നെറ്റ്വർക്കിൽ വളരെ ഉപയോഗിക്കുന്ന ഒരു ടോപ്പോളജി അല്ല. ഇത് വാൻ സൈഡിലാണ് ഉപയോഗിക്കുന്നത്. വാൻ സൈഡിൽ ഉപയോഗിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ വാനിൽ ഒരു ലൈനിലൂടെ ഡേറ്റ പോയില്ലെന്നുണ്ടെങ്കിൽ അടുത്ത ലൈനിലൂടെ ഡേറ്റ പോയേ പറ്റുള്ളൂ. ഇനി നമുക്ക് ഇതിന്റെ മെരിറ്റ്സും ഡിമെരിറ്റ്സും എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം ഇതിന്റെ അഡ്വാൻറ്റേജസ്. ഇതില് ഈച്ച് കണക്ഷൻ ക്യാൻ ക്യാരി ഇറ്റ്സ് ഓൺ ഡേറ്റ ലോഡ്. അപ്പൊ നമുക്ക് എല്ലാ സിസ്റ്റത്തിൽ നിന്നും എല്ലാ സിസ്റ്റത്തിലേക്കും കണക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഓരോ സിസ്റ്റത്തിനും അതിന്റെ ഡേറ്റ മാത്രം ഹാൻഡിൽ ചെയ്താൽ മതി. അതേപോലെ ഇറ്റ് ഈസ് റോബസ്റ്റ്, സ്ട്രോങ് ആണ്. കാരണം 1-2 കേബിൾ പോയി കഴിഞ്ഞാൽ പോലും, ബ്രേക്ക് ആയി കഴിഞ്ഞാൽ പോലും വേറെ പാത്തിലൂടെ അവിടെ ഡേറ്റ എത്താൻ പറ്റും. അതുകൊണ്ടാണ് ഇതിനെ റോബസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ഫോൾട്ടുകൾ ഡയഗ്നോസ് ചെയ്യാം, ഈസി ആയിട്ട് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇതില് ഹൈ പ്രൈവസിയും സെക്യൂരിറ്റിയും പ്രൊവൈഡ് ചെയ്യുന്നു. കാരണം ഒരു സിസ്റ്റത്തിൽ നിന്ന് വേറൊരു സിസ്റ്റത്തിലേക്ക് ഡെഡിക്കേറ്റഡ് കേബിൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾ നേരത്തെ പഠിച്ച റിംഗ് ടോപ്പോളജി ഒക്കെ ഒന്ന് കൺസിഡർ ചെയ്യും. ഇപ്പൊ റിംഗ് ടോപ്പോളജി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ 100 നോഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഓരോ നോഡ് വഴി കയറി ഇറങ്ങി വേണം ഡേറ്റ പോകാൻ. അപ്പോൾ അവിടെ എന്തെങ്കിലും ഡേറ്റ നഷ്ടപ്പെടാനോ അല്ലെങ്കിൽ ഡേറ്റ വേറൊരാൾക്ക് കിട്ടാനോ ഉള്ള പോസിബിലിറ്റീസ് വളരെ കൂടുതലാണ്. പക്ഷെ ഇതിലെന്ന് പറഞ്ഞാൽ 2 സിസ്റ്റം തമ്മിൽ ഡെഡിക്കേറ്റഡ് കേബിൾ തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ വേറൊരാള് ഡേറ്റ കാണും, അല്ലെങ്കിൽ അവിടെ പ്രൈവസിയുടെ ഇഷ്യൂ സെക്യൂരിറ്റിയുടെ ഇഷ്യൂ ഒന്നും വരുന്നില്ല. അതേപോലെ തന്നെ ഇതിൽ കൂടെ ട്രാൻസ്ഫർ ചെയ്ത് വരുന്ന ഡേറ്റ റിലയബിൾ ആണ്, വിശ്വസിക്കാൻ പറ്റും. കാരണം ഒരു സിസ്റ്റത്തിൽ നിന്ന് മറ്റൊരു സിസ്റ്റത്തിലേക്ക് ഡയറക്റ്റ് വരികയാണ് ചെയ്യുന്നത്. ഇനി ഇതിന്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ ഇൻസ്റ്റലേഷനും കോൺഫിഗറേഷനും മെയിൻ്റനൻസും എല്ലാം വളരെ ഡിഫിക്കൽട്ട് ആണ്, കോസ്റ്റ്ലി ആണ്. കേബിൾ ഒരുപാട് വേണം, അപ്പൊ കേബിളിന്റെ കോസ്റ്റ് കൂടുതലാണ്. വയറിംഗ് ഒരുപാട് വേണം. പ്രോബ്ലം വന്നാൽ ഇതിനെ ട്രബിൾ ഷൂട്ട് ചെയ്തെടുക്കാനും വളരെ ഡിഫിക്കൽട്ട് ആണ്. അപ്പൊ ഇതാണ് മെഷ് ടോപ്പോളജിയുടെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും. ഇനി നമുക്ക് ട്രീ ടോപ്പോളജി എന്താണെന്ന് നോക്കാം. ട്രീ ടോപ്പോളജി ഈ ഫിഗറിൽ കാണുന്നത് പോലെ ഈ ഒരു ആകൃതിയിൽ, ഇപ്പൊ ഇതൊരു ഡെമോ ആയിട്ടൊരു ഫിഗർ കൊടുത്തേക്കുന്നതാണ്. ഇത് ഒരു ഹൈറാർക്കിക്കൽ ടോപ്പോളജി എന്ന് പറയും. കാരണം ഇതിന്റെ ഏറ്റവും മുകളിൽ അല്ലെങ്കിൽ ഇവിടെ ഒരു റൂട്ട് നോഡ്, ആ റൂട്ട് നോഡിൽ നിന്ന് 2 ബ്രാഞ്ച്, അതിലേക്ക് വീണ്ടും
സിസ്റ്റംസ് കണക്ട് ചെയ്തേക്കുന്നു. അപ്പൊ ഈ രീതിയിൽ ഇങ്ങനെ ഹൈറാർക്കി, ഇപ്പോൾ ഇത് ഏറ്റവും പ്രയോറിറ്റി ഉള്ള, അല്ലെങ്കിൽ ഇതൊരു ടോപ്പ് ലെവൽ, ഇത് അതിന്റെ ബോട്ടം ലെവൽ, ഇത് അതിന്റെ താഴത്തെ ലെവൽ, ഇങ്ങനെ ഈ ലെവലിൽ ഒരു ഹൈറാർക്കിക്കലി കണക്ട് ചെയ്തേക്കുന്ന ടോപ്പോളജിയാണ് നമ്മൾ ട്രീ ടോപ്പോളജി എന്ന് പറയുന്നത്. അപ്പൊ ഇതില് മിനിമം ഒരു 3 ലെവൽ, ഇപ്പൊ ഇവിടെ 3 ലെവലാണ് കാണിച്ചിരിക്കുന്നത്. ഇപ്പൊ ഒരു 3 ലെവൽ ഹൈറാർക്കി എങ്കിലും വേണം ഇതിനെ ഒരു ട്രീ ടോപ്പോളജി എന്ന് പറയാനായിട്ട്. ഐഡിയൽ ഇഫ് വർക്ക് സ്റ്റേഷൻസ് ആർ ലൊക്കേറ്റഡ് ഇൻ ഗ്രൂപ്പ്സ് ആയിട്ട് വർക്ക് സ്റ്റേഷൻസ് ലൊക്കേറ്റ് ചെയ്തേക്കാണെന്നുണ്ടെങ്കിൽ ഈ ടോപ്പോളജിയാണ്. അതേപോലെ യൂസ്ഡ് ഇൻ വൈഡ് ഏരിയ നെറ്റ്വർക്ക്, ഇത് വാൻ സൈഡിലാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ ടോപ്പോളജി നമ്മൾ ഇപ്പൊ 3 ഹൈറാർക്കിക്കൽ ലെവലായിട്ട് ഇങ്ങനെയാണ് കാണിച്ചിരുന്നത്. പക്ഷെ ഇതിന് ബസ് ടോപ്പോളജിയുടെയും സ്റ്റാർ ടോപ്പോളജിയുടെയും എക്സ്റ്റൻഷൻ ആയിട്ട് പറയാൻ പറ്റും. അപ്പോൾ ഈ നടുക്ക് കാണുന്നത് ഒരു കോമൺ ബസ്, ആ ബസ് ടോപ്പോളജിയിൽ 2 ഹബ്ബുകൾ കണക്ട് ചെയ്തേക്കുന്നു. അവിടെ നിന്ന് പിന്നെ സ്റ്റാർ ടോപ്പോളജി അറേഞ്ച്മെന്റിൽ ബാക്കി നോഡ്സ് കണക്ട് ചെയ്യുന്നു. അതാണ് സിസ്റ്റംസ് ഗ്രൂപ്പായിട്ടാണ് ഇരിക്കുന്നുണ്ടെങ്കിൽ അവിടെ കണക്ട് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അവിടെ ഉപയോഗിക്കുന്ന ടോപ്പോളജി ആണെന്ന് പറയാൻ. കാരണം ഇപ്പോൾ ഈ സെഗ്മെന്റ് 1 എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് നെറ്റ്വർക്ക്, സെഗ്മെന്റ് 2 വേറൊരു ഗ്രൂപ്പ്, സെഗ്മെന്റ് 4 എന്ന് പറയുന്ന വേറൊരു ഗ്രൂപ്പ്. ഇതിന് ഒരു ബസ്, അതായത് സെഗ്മെന്റ് 3 എന്ന് പറയുമ്പോൾ ഒരു കോമൺ ബസ് ടോപ്പോളജി. അപ്പോൾ ഇങ്ങനെ ഒരു ബസ് ടോപ്പോളജിയുടെയും ഒരു സ്റ്റാർ ടോപ്പോളജിയുടെയും കോമ്പിനേഷൻ ആണ് ട്രീ ടോപ്പോളജി എന്ന് നമുക്ക് പറയാം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിന്റെ പ്രോസ് ആൻഡ് കോൺസ് ആണ്. അപ്പൊ ആദ്യം ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റ് ഇസ് എ എക്സ്റ്റൻഷൻ ഓഫ് ബസ് ആൻഡ് സ്റ്റാർ ടോപ്പോളജി, നമ്മൾ ഇപ്പോൾ പറഞ്ഞ കാര്യമാണ്. ഇനി എക്സ്പാൻഷൻ ഓഫ് നോഡ്സ് ഈസ് പോസിബിൾ ആൻഡ് ഈസി, ഇതിൽ നോഡ്സ് എക്സ്പാൻഡ് ചെയ്യാൻ, ഇപ്പോൾ നേരത്തെ കണ്ട ഫിഗറിൽ അടുത്തൊരു സിസ്റ്റം ഒരു ഗ്രൂപ്പിൽ കൊണ്ട് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഹബിലേക്ക് ഒരു സിസ്റ്റം കണക്ട് ചെയ്താൽ മതി. അപ്പോൾ അത് എക്സ്പാൻഷൻ ഈസിയാണ്. അതുപോലെ ഇത് മാനേജ് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും എളുപ്പമാണ്. അതുപോലെ എറർ ഡിറ്റക്ഷനും വളരെ ഈസിയാണ്. ഇനി ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതിൽ കേബിളിംഗ് കുറച്ച് കൂടുതലാണ്, അതേപോലെ കോസ്റ്റ്ലി ആണ്. ഒരുപാട് നോഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിന്റെ മെയിൻ്റനൻസ് ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതേപോലെ ഇത് ഒരു ഹൈറാർക്കിക്കൽ ടോപ്പോളജി ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ ഫിഗറിൽ നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു സിസ്റ്റം ഡൗൺ ആവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഫുൾ നെറ്റ്വർക്ക് ഡൗൺ ആവും. സെൻട്രൽ ഹബ് ഡൗൺ ആയി കഴിഞ്ഞാൽ ഫുൾ നെറ്റ്വർക്കും ഡൗൺ ആവും. അപ്പോൾ ഇതാണ് ട്രീ ടോപ്പോളജിയുടെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹൈബ്രിഡ് ടോപ്പോളജിയാണ്. അപ്പോൾ ഹൈബ്രിഡ് ടോപ്പോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫിഗറിൽ കാണുന്ന പോലെ പല ടൈപ്പ് ടോപ്പോളജീസ് തമ്മിൽ ഇന്റർകണക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൽ ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഈ കാണുന്നത് ഒരു ബസ് ടോപ്പോളജിയാണ് അല്ലെ. ഇനി ഈ കാണുന്നത് ഒരു റിംഗ് ടോപ്പോളജിയാണ്. ഇനി ഈ കാണുന്നത് ഒരു സ്റ്റാർ ടോപ്പോളജിയാണ്. അപ്പോൾ ഒരു ബസ്സും ഒരു റിങ്ങും ഒരു സ്റ്റാറും കൂടെ ഇവിടെ തമ്മിൽ കമ്പൈൻ ചെയ്ത് കണക്ട് ചെയ്തേക്കുന്നു. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഹൈബ്രിഡ് എന്ന് പറയുന്നത്. എല്ലാത്തിന്റെയും കൂടെ ഒരു മിക്സർ, ഒരു 2ഓ അതിൽ കൂടുതലോ ടോപ്പോളജീസിന്റെ ഒരു കോമ്പിനേഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ഓരോ ടോപ്പോളജിയുടെയും അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ടാവും. ഇവിടെ ബസ് ടോപ്പോളജിയിൽ കണക്ട് ചെയ്യുന്ന സിസ്റ്റത്തിൽ ബസ് ടോപ്പോളജിയുടെ അഡ്വാൻറ്റേജസും ഉണ്ടാവും, അതിന്റെ പോരായ്മകളും ഉണ്ടാവും. ഇത് റിംഗ് ടോപ്പോളജിയുടെ മെറിറ്റ്സും ഉണ്ടാവും, അതിന്റെ ഡിമെറിറ്റ്സ് ഉണ്ടാവും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഹൈബ്രിഡ് ടോപ്പോളജി എന്ന് പറയുന്നത്. അപ്പൊ ഇനി ഇതിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നോക്കാം. ഇതിന്റെ മെയിൻ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ ഇത് റിലയബിൾ ആസ് എറർ ഡിറ്റക്ഷൻ ആൻഡ് ട്രബിൾ ഷൂട്ടിംഗ് ഈസ് ഈസി. അപ്പോൾ ഇതിൽ എറർ ഡിറ്റക്ട് ചെയ്യാനും ട്രബിൾ ഷൂട്ട് ചെയ്യാനും ഈസിയാണ്. അതുകൊണ്ട് തന്നെ ഇത് റിലയബിളും ആണ്. എഫക്റ്റീവ്, സ്കെയിലബിൾ ആസ് സൈസ് ക്യാൻ ബി ഇൻക്രീസ്ഡ് ഈസിലി, ഇതിന്റെ സൈസ് ഇൻക്രീസ് ചെയ്യാൻ ഈസിയാണ്. കാരണം ഏത് ടൈപ്പ് ടോപ്പോളജി നമുക്ക് ഇതിലോട്ട് മിക്സ് ചെയ്തെടുക്കാം. അതുപോലെ ഫ്ലെക്സിബിൾ, അതായത് ഇപ്പോൾ ഒരു സ്ഥാപനം അല്ലെങ്കിൽ പല സ്ഥലത്തുള്ള നെറ്റ്വർക്ക് അത് പലതും പല രീതിയിലാണ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഒരു ഓഫീസിൽ അവിടെ മൊത്തം സ്റ്റാർ ടോപ്പോളജിയിൽ സിസ്റ്റം കണക്ട് ചെയ്തേക്കുന്നു, വേറൊരു സ്ഥലത്ത് റിംഗ് ടോപ്പോളജിയിലാണ്, വേറൊരു സ്ഥലത്ത് ബസ് ടോപ്പോളജിയാണ്. ഇത് ഒരുമിച്ച് ഒറ്റ നെറ്റ്വർക്ക് ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാം ഒരേ സ്റ്റാൻഡേർഡിലോട്ട് കൊണ്ടുവരാൻ പറ്റത്തില്ല. പക്ഷെ അതിന് പകരം നമ്മൾ അവിടെ ഈ ഹൈബ്രിഡ് ടോപ്പോളജി ആയിരിക്കും ഉപയോഗിക്കുന്നത്. വാൻ സൈഡിൽ ഇപ്പോൾ പല സ്ഥലങ്ങളിലും പല നെറ്റ്വർക്ക് ടോപ്പോളജി ആയിരിക്കും. അതിനെല്ലാം നമ്മൾ ഇന്റർകണക്ട് ചെയ്ത് വൈഡ് ഏരിയ നെറ്റ്വർക്ക് ചെയ്യുന്നില്ലേ. അപ്പൊ ഇനി ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ ഇതിൽ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇത് ഡിസൈൻ കോംപ്ലക്സ് ആണ്, അതേപോലെ കോസ്റ്റ്ലി ആണ്. ഈ 2 ഡിസഡ്വാൻറ്റേജസേ നമുക്കിതിൽ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നെറ്റ്വർക്ക് ടോപ്പോളജീസ്. അപ്പോൾ നെറ്റ്വർക്ക് ടോപ്പോളജി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഫിസിക്കൽ ടോപ്പോളജിയാണ് പറയുന്നത്. ഫിസിക്കൽ ടോപ്പോളജി ആക്ച്വലി 6 തരം ഉണ്ടെങ്കിലും ആദ്യത്തെ 4 എണ്ണമാണ് കറക്റ്റ് 4 ടൈപ്പ് ടോപ്പോളജി. ബാക്കി 2 എണ്ണം ട്രീ ടോപ്പോളജിയും ഹൈബ്രിഡ് ടോപ്പോളജിയും ബാക്കിയുള്ളതിന്റെ കോമ്പിനേഷൻ ആണ്. എല്ലാവർക്കും ടോപ്പോളജി മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് അടുത്തൊരു ദിവസം. ഓക്കെ, ബൈ.